ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നതിന്ന് 1929 ഡിസംബർ 31. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നതിന്ന് 1929 ഡിസംബർ 31. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെ? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെ? ബംഗാൾ. സരോജിനി നായിഡു ഗവർണറായി പ്രവർത്തിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. സരോജിനി നായിഡു ഗവർണറായി പ്രവർത്തിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയ് ആര്? റീഡിംഗ് പ്രഭു. റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയ് ആര്? റീഡിംഗ് പ്രഭു. കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആര്? യൂസഫ് മെഹ്റലി. കിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം കൊടുത്തത് ആര്? യൂസഫ് മെഹ്റലി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? കാശ്മീർ. ലയനക്കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? കാശ്മീർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായ വർഷം ഏത്? 1945. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിതമായ വർഷം ഏത്? 1945. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? വ്യാഴം. ഇന്ത്യ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 ഏത് ദിവസമായിരുന്നു? വ്യാഴം. താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? PN റാവു. താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? PN റാവു. സുപ്രീം കോടതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? US. സുപ്രീം കോടതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? US. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 29. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട്? കൊവാറൻറ്റോ. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട്? കോവാറൻറ്റോ.
ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? നാഥുല ചുരം. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏത്? ഗംഗ. ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏത്? ഗംഗ. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. ലോകത്ത് ഏറ്റവും കൂടുതൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ചൈന. ലോകത്ത് ഏറ്റവും കൂടുതൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേത്? ചൈന. പെരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂർ. പെരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂർ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? മായന്നൂർ. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? മായന്നൂർ. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമേത്? 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമേത്? 1978. കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവ്? പറമ്പിക്കുളം. കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തൂണക്കടവ്? പറമ്പിക്കുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാടും ചോല. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഡോക്ടർ തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഡോക്ടർ തോമസ് ഐസക്. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല? കൊല്ലം. സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല? കൊല്ലം. പാതിരാമണൽ ദ്വീപ് ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. പാതിരാമണൽ ദ്വീപ് ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്? പോത്തുങ്കൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്? പോത്തുങ്കൽ. ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി. ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊച്ചി. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി? സ്വാതി തിരുനാൾ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി? സ്വാതി തിരുനാൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏത്? 1853. ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം ഏത്? 1853. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്.
കയ്യൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷമേത്? 1898. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷമേത്? 1898. ജ്ഞാനോദയം സഭ ആരംഭിച്ച നവോത്ഥാന നേതാവാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. ജ്ഞാനോദയം സഭ ആരംഭിച്ച നവോത്ഥാന നേതാവാര്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? 11. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? 11. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല? തൃശ്ശൂർ. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല? തൃശ്ശൂർ. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? N. കൃഷ്ണപിള്ള. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? N. കൃഷ്ണപിള്ള. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചതാര്? ഉറൂബ്. നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചതാര്? ഉറൂബ്. 2020 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് നേടിയതാര്? KK ശൈലജ. 2020 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് നേടിയതാര്? KK ശൈലജ. 15ാം കേരള മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി? AK ശശീന്ദ്രൻ. 15ാം കേരള മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രി? AK ശശീന്ദ്രൻ. കേരള സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് പദ്ധതി? K-ഫോൺ. കേരള സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് പദ്ധതി? K-ഫോൺ. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനായി മത്സ്യഫെഡും KSEBയും ചേർന്ന് ആരംഭിച്ച പദ്ധതി? പ്രതിഭാതീരം. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിനായി മത്സ്യഫെഡും KSFEയും ചേർന്ന് ആരംഭിച്ച പദ്ധതി? പ്രതിഭാതീരം. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴ. കേരളത്തിൽ പോർട്ട് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആലപ്പുഴ. 2021 ഈ പഞ്ചായത്ത് പുരസ്കാരം നേടിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. 2021 ഈ പഞ്ചായത്ത് പുരസ്കാരം നേടിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. നിലവിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. നിലവിൽ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര്? KK വേണുഗോപാൽ. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര്? KK വേണുഗോപാൽ. ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാല? കേരള യൂണിവേഴ്സിറ്റി. ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സർവകലാശാല? കേരള യൂണിവേഴ്സിറ്റി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ക്രൂയിസ് മിസൈൽ ഏത്? ശക്തി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ക്രൂയിസ് മിസൈൽ ഏത്? ശക്തി.
2020 നവംബറിൽ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമേത്? EOS 01. 2020 നവംബറിൽ ഇന്ത്യ വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമേത്? EOS 01. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 15-അംഗ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് നൃത്യ ഗോപാൽ ദാസ്. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 15-അംഗ രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് നൃത്യ ഗോപാൽ ദാസ്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രഹ്മോസ് മിസൈൽ റെജിമെൻറ്റിൻ്റെ യുദ്ധകാഹളമായി ഉൾപ്പെടുത്തിയ ശരണമന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രഹ്മോസ് മിസൈൽ റെജിമെൻറ്റിൻ്റെ യുദ്ധകാഹളമായി ഉൾപ്പെടുത്തിയ ശരണമന്ത്രം സ്വാമിയെ ശരണമയ്യപ്പ. 2020 ഡിസംബറിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ച തീരദേശ സംരക്ഷണ സേനയ്ക്കായി നിർമ്മിച്ച നിരീക്ഷണ കപ്പൽ സുജീത്. 2020 ഡിസംബറിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ച തീരദേശ സംരക്ഷണ സേനയ്ക്കായി നിർമ്മിച്ച നിരീക്ഷണ കപ്പൽ സുജീത്. 2021 ജൂണിൽ രാജ പർബ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഒഡീഷ. 2021 ജൂണിൽ രാജ പർബ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഒഡീഷ. 2020 ജൂലൈയിൽ വന്യജീവി സങ്കേതമാക്കിയ പോബ റിസർവ് ഫോറസ്റ്റ് ഏതു സംസ്ഥാനത്താണ്? അസം. 2020 ജൂലൈയിൽ വന്യജീവി സങ്കേതമാക്കിയ ഫോബ റിസർവ് ഫോറസ്റ്റ് ഏത് സംസ്ഥാനത്താണ്? ആസം. 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. 2019 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ജയ്പൂർ. 2021 ജൂലൈ മാസത്തിൽ ചുമതലയേറ്റ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്യൂബ. 2021 ജൂലൈ മാസത്തിൽ ചുമതലയേറ്റ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദ്യൂബ. പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യമേത്? സൗദി അറേബ്യ. പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യമേത്? സൗദി അറേബ്യ. ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവാര്? ഹണ്ടർ ബൈഡൻ. ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവാര്? ഹണ്ടർ ബൈഡൻ. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? മയോളജി. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം? ജീവകം സി. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം? ജീവകം സി. റെഡ് ഡാറ്റ ബുക്കിൽ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് എന്തിനെ? ഗുരുതരമായ വംശനാശ ഭീഷണിയുള്ള ജീവിവർഗം. റെഡ് ഡാറ്റ ബുക്കിൽ പിങ്ക് പേജുകൾ സൂചിപ്പിക്കുന്നത് എന്തിനെ? ഗുരുതരമായ വംശനാശ ഭീഷണിയുള്ള ജീവിവർഗം. മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ? റാന്നി. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ? റാന്നി.
ലോകാരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം എന്ന്? ഏപ്രിൽ 7. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന. പോളിയോ രോഗം ഏതു ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥ. പോളിയോ രോഗം ഏതു ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത്? നാഡീവ്യവസ്ഥ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമേത്? പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമേത്? പ്ലേഗ്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണെന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? പൾസ് ഓക്സിമീറ്റർ. രക്തത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണെന്ന് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? പൾസ് ഓക്സിമീറ്റർ. സമാശ്വാസം പദ്ധതി വഴി പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം എത്ര? 1100 രൂപ. സമാശ്വാസം പദ്ധതി വഴി പ്രതിമാസം അനുവദിക്കുന്ന ധനസഹായം എത്ര? 1100 രൂപ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതി? പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതി? പരിരക്ഷ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ഏത് ജില്ലയിലാണ് സഞ്ജീവിനി പദ്ധതി ആരംഭിച്ചത്? മലപ്പുറം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി ഏത് ജില്ലയിലാണ് സഞ്ജീവിനി പദ്ധതി ആരംഭിച്ചത്? മലപ്പുറം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര? 70-110 മില്ലിഗ്രാം 100 മില്ലിയിൽ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര? 70-110 മില്ലിഗ്രാം 100 മില്ലിയിൽ. ഏത് രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വയോമധുരം? പ്രമേഹം. ഏത് രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വയോമധുരം? പ്രമേഹം. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത്? ഹൈഡ്രജൻ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ചൊവ്വ. വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന എത്ര മൂലകങ്ങൾ ആവർത്തന പട്ടികയിലുണ്ട്? 11. വാതകാവസ്ഥയിൽ കാണപ്പെടുന്ന എത്ര മൂലകങ്ങൾ ആവർത്തന പട്ടികയിലുണ്ട്? 11. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന നിറം? വെള്ള. ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന നിറം? വെള്ള. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.